ഇന്ന് കുറച്ച് രസകരമായ കുറച്ച് ഇൻഫർമേഷണൽ ടിപ്പാണ് നമ്മുടെ ഡോക്ടർ അനന്തു ബാലചന്ദ്രൻ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്തുകൂടാ. ഒരു ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഫാമിലി, ഇന്നത്തെ കാലത്ത് ബാച്ചിലർ ഫാമിലി എന്നൊന്നുമില്ല, എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി, നമ്മൾ ഇങ്ങനത്തെ ലോങ് ട്രിപ്പ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ ചെയ്യരുത്. അതെന്തായിരിക്കും മിസ്റ്റർ അനന്തു ബാലചന്ദ്രൻ? ഒന്ന്, നമ്മൾ മദ്യപാനം, നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ഒരു കുപ്പിയൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. അങ്ങനെ നമ്മളാണെങ്കിലും ചിന്തിക്കും. പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രിപ്പൊക്കെ വരുമ്പോഴത്തേക്കും ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ്, അതുപോലത്തെ പല കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മദ്യപാനം എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ കൂട്ടി നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു കണ്ടന്റാണ് ആൽക്കഹോൾ. അതുപോലെ തന്നെ സ്മോക്കിംഗ്, പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉള്ളവരാണെങ്കിൽ പറയുകയും വേണ്ട. നമ്മൾ വരുന്നതിന് ഒരാഴ്ച മുന്നെങ്കിലും നമ്മൾ സ്മോക്കിംഗ് പാടെ ഉപേക്ഷിക്കുക. പറ്റിയാൽ ഒരു ആഴ്ച മുന്നേ മദ്യപാനം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വളരെ ആയാസമില്ലാതെ നമുക്ക് വളരെ നീറ്റായിട്ട് ഒരു നല്ല യാത്ര പോയി വരാൻ പറ്റും, ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ. ഇല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് കാരണമാണോ നമുക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നതെന്ന്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ വളരെ ടോക്സിൻസ് ഒക്കെ വാഷ് ഔട്ട് ആയിരിക്കുന്ന ഒരു ബോഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര അധികം ഇമ്പാക്റ്റ് വരില്ല. അപ്പോൾ ലഡാക്കിൽ വന്ന പർപ്പസ്, നമ്മൾ ലഡാക്ക് നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ച് വരിക എന്നുള്ള പർപ്പസ് നന്നായിട്ട് നടക്കും. തിരിച്ച് നാട്ടിൽ ചെന്ന് അടിച്ചു പൊളിക്കുക. നിങ്ങൾ ഒരു നല്ലൊരു എക്സ്പേർട്ട് റിവ്യൂ ആയിരുന്നു. എന്ന് വെച്ചാൽ മദ്യപിച്ച് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് രാത്രി ഉറക്കം പോകും. 3-4 തവണ എണീക്കേണ്ടി വരും. മേ ബി നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുമായിരിക്കും ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് വാഷ്റൂം പോകേണ്ടി തോന്നും. അങ്ങനെയൊക്കെ സ്ലീപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ തന്നെ അടുത്ത ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും മദ്യപിക്കുന്ന ദിവസം ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വയറ് ഭയങ്കരമായിട്ട് ബ്ലോട്ട് ആകാൻ സാധ്യതയുണ്ട്. അതും ഡൈജഷൻ ഭയങ്കര നോർമലി കുറവായിരിക്കും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ. ഉറക്കം മെയിനായിട്ട് നമുക്ക് ഉറക്കം വേണം. രാത്രി നല്ല റെസ്റ്റ് ഉണ്ടെങ്കിലേ അടുത്ത ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വയറിൻ്റെ പ്രശ്നം, തലവേദന, അത് ഇത്, പിന്നെ പറയും മറ്റേ ഓൾട്ടിറ്റ്യൂഡ് പ്രശ്നം ഇനി ഇങ്ങോട്ട് വരത്തില്ല, പിടിക്കില്ല. അതുകൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും പുകവലിയുള്ളവർ പുകവലി നിർത്തുക. എന്ന് വെച്ചാൽ ബ്രീത്തിങ് പ്രോബ്ലം വരും. ആ ബ്രീത്തിങ് പ്രോബ്ലം വരുമ്പോൾ എന്ത് പറയും, ഇവിടെ ഓക്സിജൻ ഇല്ല എന്ന്. പുല്ല് പോലെയാണ് ഈ നല്ല അപ്പന്മാരൊക്കെ കയറി പോകുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പുകവലി, മദ്യപാനം. അല്ലേ ജെക്കെ? ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പം ഈ പട്ടാളക്കാരൊക്കെ എപ്പോഴും കുപ്പിയും സാധനങ്ങളൊക്കെ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അവർക്ക് സപ്ലൈ വരെയുണ്ട് മാസം, അല്ലേ? അതെ അതെ. പല എക്സ്പേർട്സും പറയുന്നത് മറ്റേ എന്തെങ്കിലും ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ 2 റം എടുത്ത് അടിച്ചാമെന്ന്. ഒരിക്കലുമല്ല ഗൈസ്, ഒരിക്കലുമല്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അതൊക്കെ ഒരു ചുമ്മാ പറഞ്ഞു വരുത്തി. മറ്റേ പട്ടാളക്കാർ പലതും ചെയ്യും. എന്ന് വെച്ചാൽ അവർ അതിനനുസരിച്ച് വ്യായാമം ചെയ്യുന്നുണ്ട്. അവരുടെ ബോഡി അങ്ങനെ അക്കസ്റ്റംഡ് ആണ്. അവർ വർക്കൗട്ട്. ഇത് നമ്മൾ ചുമ്മാ മറ്റേ വെറുതെ നാട്ടിൽ ആനങ്ങാണ്ട് മറ്റേ ഷവർമയും കഴിച്ച് മന്തിയും കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാ. അവരിവിടെ വന്ന് മറ്റേ പിന്നെയും മദ്യപാനം തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പട്ടാളക്കാരുടെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടാണല്ലോ. പട്ടാളക്കാരുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട്, വളരെ ലീൻ ആയിട്ടുള്ള ഫുഡാണ്. അതിൽ ഫാറ്റ് എന്ന് പറഞ്ഞ കണ്ടന്റ് കുറവാണ്, അങ്ങനെ വേണം പറയാൻ. പിന്നെ വ്യായാമം, ഒരു സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവാണ്. ഇത്ര പ്രായമുള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വോളിബോൾ കളിക്കുന്നു, ബാസ്കറ്റ് ബോൾ കളിക്കുന്നു. നമ്മൾ ആ കോർട്ടിന്റെ സൈഡിൽ കൂടെ വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇത് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് പട്ടാളം ജയിക്കാണ്. പട്ടാളം ജയിക്ക പറയണം. പട്ടാളത്തിനെ കുറിച്ച് പറയൂ. അവിടുത്തെ ഭക്ഷണ രീതി, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താന്ന്? അവർ ഏറ്റവും കൂടുതൽ പ്രോട്ടീനും കാർബ്സും കഴിക്കുക, ഫാറ്റ് കഴിക്കില്ല. മറ്റേ ഒരാവേശത്തിന് വന്ന് ലഡാക്കി വന്നിട്ട് മട്ടൻ കറിയൊക്കെ കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ വയറിന് പണി കിട്ടും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഇവിടെ ഇരിപ്പുണ്ട്. 2 ദിവസമായിട്ട് പ്രശ്നത്തിലാണ്. ഞാൻ അന്നേ വാണിംഗ് കൊടുത്താണ് ഇവിടെ വന്നാൽ വെജ് കഴിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ 2 തവണ കഴിച്ചു കഴിഞ്ഞാൽ ശീലവും, ബോഡിക്ക് ശീലവും. 4-ാമത്തെ തവണ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓരോ സ്ഥലത്തെയും മാംസത്തിന് വ്യത്യാസം ഉണ്ടാവും. ചിലവരുടെ ബോഡിക്ക് പിടിക്കില്ല. മസാല, മാംസം മാത്രമല്ല, ആ കുക്കിങ്ങിന്റെ രീതി, ആ എണ്ണ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ നാട്ടിൽ വെളിച്ചെണ്ണ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോഴേക്കും കടലെണ്ണ, മറ്റേ കടുകിന്റെ എണ്ണ, മസ്റ്റർഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഓക്കെ, ഇങ്ങനത്തെ മസ്റ്റർഡ് ഓയിലായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും നമുക്ക് പെട്ടെന്ന് പിടിച്ചൊന്നും വരത്തില്ല വയറിന്.
അപ്പം ഇതൊക്കെ സൂക്ഷിക്കണം. ഭക്ഷണ രീതിയും നമ്മൾ സൂക്ഷിക്കണം. മദ്യപാനം മാത്രമല്ല, ഇതിപ്പം ചിലർ ഞങ്ങൾ മദ്യപിക്കുള്ളൂ ആരിപ്പം ബാക്കി പ്രശ്നമില്ലത്, പക്ഷെ അങ്ങനല്ല. ഭക്ഷണമാണ് ഏറ്റവും ബിഗസ്റ്റ് പോയ്സൺ മര്യാദയ്ക്ക് കഴിച്ചില്ലെങ്കിൽ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇവിടെ ഇരിക്കുന്നത്. പുള്ളിക്കാരന് മദ്യപാനമില്ല, പുകവലിയില്ല, ഒന്നുമില്ല. പക്ഷെ എന്താ, ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കും. ഒരു ആവേശമാണ് നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ. നമ്മൾ കേട്ടിട്ടുണ്ട് കാശ്മീരി മറ്റേ ഗോട്ട്, മറ്റേ ആട്, ലാമ്പ്, ഇതൊക്കെ ഭയങ്കര ടേസ്റ്റിയാണെന്ന്. സത്യമാണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിലെ മമ്മൂട്ടി അങ്ങനെയാണല്ലോ, ഭക്ഷണപ്രേമിയാണ്. പക്ഷെ വളരെ മിതമായിട്ട് കഴിക്കുക, അതാണ് എൻ്റെ ഒരു ടേസ്റ്റ് അറിയുക. അല്ലാണ്ട് ഇവിടെ വന്ന് വയറ് നിറയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വയറ് മൊത്തം കാലിയാക്കി തരും. നമ്മുടെ ഇൻഡസ്റ്റൈൻ അതിന് അഡാപ്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. സോ ഇന്നത്തെ ടിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ, മദ്യപാനം, പുകവലി, ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കാൻ നിൽക്കരുത് ഇങ്ങനത്തെ യാത്രകൾ നടത്തുമ്പോൾ, അതും ലോങ് യാത്ര. സോ അത്രേ ഉള്ളൂ അല്ലേ ഇന്നത്തെ ദിവസത്തെ. അപ്പം ഡോക്ടർ അനന്ത് ബാലചന്ദ്രൻ, ഡിസ്ക്ലൈമർ, ശരിക്കും ഡോക്ടർ അല്ല, അനുഭവത്തിൽ നിന്നുള്ള വെളിച്ചത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പങ്കുവെക്കുന്നുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ എഫക്റ്റീവ് ആവണം എന്നില്ല. പലരുടെയും ബോഡി നേച്ചറും പലരുടെയും കണ്ടീഷൻസും ഫിറ്റ്നസ് ലെവലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളായിട്ട് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.